എന്താ ഇത്? എന്താ ഇവിടെ? ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളർ കണ്ടോ? ഇവിടെ ഉണ്ട് കളർ, താഴെ ഉണ്ടെണ്ണം. ഞാനിവിടെ ഒരു കലക്കോളി. എടാ നിന്നെ കൂടെ താമസിപ്പിച്ച അടി കൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ നിന്റെ ഈ കളർ പരിപാടി കാരണം നേരത്തെ താമസിച്ച സ്ഥലത്ത് പിടിച്ച് പുറത്താക്കിയത്. ചളമാക്കും നീ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയതാ ഞാനെന്തോ ചെയ്യാനാ? ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനേറി പിടിച്ചത്. അന്ന് ഞാനില്ലാതെ കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എന്നാണാവോ അമൃതകുമാരിയും ആശാചെറിയാനും സീനത്തും സുനന്ദയും ഒക്കെ പച്ചമാങ്ങയും കടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്? ഒരവളുമാരും വരില്ലളിയാ. എല്ലാത്തിന്റെ അക്കൗണ്ട്സ് അപ്പോഴപ്പോഴും സെറ്റിൽ ചെയ്ത് റെസീറ്റ് വാങ്ങും. ഗുഡ് മോർണിംഗ്, മൂസാക്കയാണ്. വാസ്തവം പറഞ്ഞ ഇവിടെ ഒരു കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ഉണ്ട് വയസ്സും പ്രായക്കാരുള്ള ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാവും? നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാർ, നമ്മളിങ്ങനെ ഗ്യാങ് ആവുമ്പോ വെരി ഹാപ്പി. മൂസാക്കൊക്കെ ഒരു ചായ കൊടുറേ. എന്നെ കൊണ്ട് വയ്യാൻ ചായ ഉണ്ടാക്കാൻ വേണമെന്നില്ല. ഇത് കുടിച്ചാട്ടാ. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും വിചാരിക്കേണ്ട, മൂസാക്കണ്ട ഹെൽപ്പ് ചെയ്യാൻ. മൂസാക്ക എത്ര കാലമായി ഇവിടെ വാച്ച്മാനായിട്ട്? വാച്ച്മാനോ? വാച്ച്മാനല്ല, ഞാൻ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ. അല്ല മൂസാക്ക, ഈ ഏരിയയിൽ എങ്ങനെയാ ഭൂരിപക്ഷം? ഈ ഏരിയയിൽ കൂടുതൽ നായന്മാരാ, പിന്നെ മറ്റോരും ഉണ്ട്. അതല്ല, ഈ ഭൂരിപക്ഷം. ഓ, ഭൂരിപക്ഷം അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും ഈക്വലാ, കോൺഗ്രസും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അതല്ല, ഓരോ വീടുകളിൽ ഇവിടെ ഓരോ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവൻ ചോദിക്കുന്നു. അത് ശരി, അത് സ്ത്രീകളാ കൂടുതൽ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആ 19C അവിടെ ആരാ താമസം? 19C ഒരു അമ്മിമോള്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. അയൽവക്കത്താരാണെന്ന് അറിയണ്ടേ? പിന്നെ അവരുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഫാദർ കുവൈത്തിലാ. ഇയാള് 2 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ആ കുട്ടിയുടെ പേരെന്താ? സൗമ്യ. സൗമ്യ, ബ്യൂട്ടിഫുൾ നെയിം. നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും. വലിയ ഇളക്കാരിയാ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രം അയക്കണോള്. ഓ, നഴ്സറിയിലല്ലേ? നഴ്സറിയില്ല. പിന്നെ 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് പോട്ടെ. ഈ 21A ഒരു മാക്സി എല്ലാം കഴി വെളിയിലിട്ടിരിക്കുന്നു. അവിടെ ആര് താമസം? എന്റെ അളിയാ, ഇന്നലത്തെ ഒരു നൈറ്റ് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്, ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ്. ഒരു രാത്രിത്തെ റിലേഷനെ ഉള്ളെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി. ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഏതാ രാത്രി കൊച്ച്? നിന്റെ പെങ്ങൾ ഒളിനും വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് അയൽവക്കത്താരില്ലാണോ? അല്ല. പിന്നെ ഏതാ? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആരുടെടാ കൊച്ച്? അളിയാ, എന്താ ഇത്? സത്യം പറയണം. ആ കിടക്കുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പൊ പറഞ്ഞോണം. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയത്തില്ലല്ലേ? എടാ, ആശാചെറിയന്റെ ആണോ, എലിസബത്തിന്റെ ആണോ, അമൃതകുമാരിയുടെ ആണോ, ഏത് കുമാരിയുടെ ആണെങ്കിലും ഒന്ന് പറ. എവിടാ പെങ്ങൾ ഒളിയനും? ഓരോന്ന് ഒപ്പിച്ചോട്ട് തമാശ പറയാ. പിന്നെ ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കും. ഏത് പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിനക്കേ പറയാൻ പറ്റൂ. അത് ഇതുമായിട്ടെന്ത് ബന്ധം? കണ്ടോ, കൊച്ചിന് ദേഹത്ത് കണ്ട അതേ മറവ് അതേ സ്ഥാനത്ത് ഇവന്റെ ദേഹത്തുണ്ട്. അത് കൊള്ളാം. രൂപസാദർശമുള്ള ഒരു മരം കൊണ്ടെന്ന് വിചാരിച്ച കുട്ടി എന്റെ എങ്ങനെ വർത്താനം പറയുന്നത്? വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? ബോണിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. അപ്പൊ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്ത് റെസീറ്റ് മേടിക്കാറുണ്ടെന്ന്. ആ റെസീറ്റ് അവിടെ കിടക്കുന്നത്. എടാ, എവിടെങ്കിലും പോയി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സോടെ സമ്മതിക്കേ. അതിനാണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിനക്കൊരു 50 പൈസ മുടക്കിയിട്ട് പോകാറുണ്ടല്ലോ. ബാക്കിയുള്ളവർ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ. നിർത്തലാ. എന്താ കാര്യം? എന്താ കാര്യം കാണിച്ചു തരാം. എടുത്തു വിടാ. എന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഉണ്ണികൃഷ്ണ, വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നത്. ഫാമിലി റൂം അവിടെ. പോടാ പോടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്നത് കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ. പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടിവായോ, കൊച്ചപ്പിട്ടടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, തുറക്കടാ. ചവിട്ടി തുറക്കും.
എന്താടാ ഉണ്ണികൃഷ്ണ കൊച്ചപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോകണം. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവ് പോ. ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്തി കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോകണേ. ഡേടേ ഈ പൈപ്പെങ്കിലും ഒന്ന് തുറന്നുടേ. സ്വന്തമായിട്ടൊക്കെ തുറന്നോട്ടാ മതി. ആ ഡൈനിങ് ടേബിൾ ചീത്തയാക്കരുത് പറഞ്ഞേക്കാം. പോടാ. എടാ ശരിക്കും കഴി. ഇനി ഒന്ന് പിടിക്കോ? എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്. കരയാതെ. അയ്യോ കാക്കക്കുഞ്ഞിന്റെ വായാണെങ്കിലും ചീർക്കാഴി ഗോവിന്ദരായന്റെ സൗണ്ടാ. മിണ്ടരുത്. നീ ഇത്ര കാലത്ത് തന്നെ എവിടെ പോന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങളുടെ MD വരുന്നുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണം. MD എയർപോർട്ടൊക്കെ മനസ്സിൽ ഇരുന്നാ മതി. കുട്ടിയെ നോക്കാൻ നീ അങ്ങനെ മുങ്ങണ്ട. പോവാതിരിക്കാൻ പറ്റത്തില്ല. MD എന്ത് വിചാരിക്കും? MD അല്ല, നിന്റെ അപ്പൻ സാക്ഷാൽ വർക്കിച്ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടത്തില്ല. വിട്ടാ നീ മുങ്ങും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കളി തമാശ കാണിക്കരുത്. കാണിച്ചെടാ. അവനെ വിടടാ. MD വരുന്നത് അവനെ ചെവിയെ തൊട്ടിട്ട് പോണം. വിടടാ. ജോലി പോകുന്ന പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ. ബൈ. ഉണ്ണികൃഷ്ണ, നിങ്ങളെ നിങ്ങളവിടെ. ഉണ്ണികൃഷ്ണ. ആഷി നിക്കവിടെ. ആഷി ഓടില്ലേ. ആഷി ആഷി ആഷി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ചോട്ട് വന്നത്? അങ്കിൾ ഞങ്ങളുടെ പട്ടി. പട്ടിയാ? ഏതാ അങ്കിൾ ഈ കുട്ടി? ഈ കുട്ടിയും പട്ടിയും. ഇത് അങ്കിളുടെ കുട്ടിയാ? ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇതിന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്റെ കുട്ടിയാണെന്ന് മനുഷ്യനെ നാറ്റിച്ച് അടങ്ങും. ഞങ്ങൾ ഇതിനൊന്ന് കൊണ്ടുപോയിക്കട്ടെ. കൊണ്ടുവയ്ക്കോ കൊണ്ടുവയ്ക്കോ. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത്. എല്ലാരും കാണിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാം. ചതിക്കല്ലേ. പൊയ്ക്കോ പൊയ്ക്കോ. മിണ്ടരുത്. ഇറങ്ങ് ബാവോ. നോക്ക് ഐസ്ക്രീം മേടിച്ചു തരാം ബാവോ. എന്താ എന്താ കാര്യത്തിലായി കരയുന്നത് ബാവോ? അയ്യോ ആരെങ്കിലും കേട്ടാ ബാവോ. അയ്യോ എന്റെ ദൈവമേ ബാവോ. ഇതേതായി കുട്ടി? ഇതിന്റെതാണല്ലോ ഇന്നലെ കേട്ട കരച്ചിലും പ്രശ്നമൊക്കെ. എന്ത് പ്രശ്നം? ഞാനും ആകെ പ്രശ്നത്തിലാ. ഇതിന്റെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇതാര കുട്ടിയാണ്? ഉണ്ണികൃഷ്ണന്റെ. ഉണ്ണികൃഷ്ണൻ സാറിന് അങ്ങനെ ബാച്ചിലേഴ്സ് ആണല്ലേ പറഞ്ഞു? അല്ല വിനോദിന്റെ. മൂപ്പറും ബാച്ചിലേഴ്സ് ആണല്ലോ. അല്ല അത് ബോണി സാറേ എന്നോട് വേണോ ഇത്? കുട്ടിയെ കണ്ടാൽ അറിഞ്ഞൂടെ ആ കണ്ണും മൂക്കും ഏതാണ്ട്. സാറേ സാരല്ല, ചെറുപ്പക്കാരാവുമ്പോ ഇത്തരം പല അബദ്ധങ്ങളും സംഭവിക്കും. ഇതുപോലെ എത്രയോ അബദ്ധങ്ങൾ പല രാജ്യത്തും കഴിഞ്ഞു വന്നിട്ടുള്ളവനാണ് ഈ ഞാൻ. പോട്ടെ, കൊച്ചിന്റെ തള്ളനെ വിളിക്ക്. കൊച്ചിന് തള്ളയൊന്നുമില്ല. ടെസ്റ്റ് ട്യൂബ് ശിശുവാ. പൊന്നു മൂസാക്ക ചതിക്കരുത്. ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടെ കണ്ട കാര്യം പുറത്ത് ആരോടും പറയരുത്. മൂസാക്ക ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്.
നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത്. പ്രോമിസ്. ശരി, ഞാനിതാരോടും പറയുന്നില്ല. ആ കുട്ടിന്റെ കരച്ചിലൊന്ന് മാറ്റിന്ന് വല്ല പാലോ വെള്ളമോ കൊടുക്കാൻ നോക്കി. അവനാന്റെ കുട്ടികളൊക്കെ ആവുമ്പോ മൂസാക്ക, പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, എന്നെ വിശ്വസിക്ക. പടച്ചോന്റെ ഒരു കളിയേ. നേരെ ചൊവ്വ നിക്കാഹ് കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെ ഒത്തിട്ടൂല. ഇത് കൃത്യം ബോണി സാറിന് അപ്പടി എടുത്തു വെച്ചിരിക്കല്ലേ. മൂസേ, ആ കുട്ടി അയാളുടെ ആണെന്ന് തന്നോട് പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് ബോണി സാറിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പൊ അതിലെന്തോ ഒരു പന്തികേടില്ലല്ലോ. ഇപ്പൊ ബോധ്യായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്നും. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ. വസുന്ധരേ, ഒരു കുഞ്ഞു വന്ന് വീട്ടിൽ കയറാന്ന് വെച്ചാൽ അതിൽ പര ഐശ്വര്യം എന്താ? ഈശ്വരന്റെ വരപ്രസാദാണ് കുഞ്ഞുങ്ങൾ എന്നല്ലേ പഴമൊഴി. ഉണ്ണി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവര് നമുക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ഫ്ലാറ്റിൽ കുട്ടി ഉണ്ടാവേ ഉണ്ടാവാതിരിക്കേ, അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കാൻ പോണത്? അത് തന്നെയാ ഞാനും പറഞ്ഞത്, അന്വേഷിക്കാൻ പോണ്ടെന്ന്. ഇനി മേലാൽ അവിടെ പോവോ അവരോട് സൊള്ളാൻ നിൽക്കുകയോ ചെയ്താല് എന്നെ തനിനിറം കാണും, പറഞ്ഞേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഫാമിലി താമസിക്കുന്ന ഇടയില് ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കൊടുക്കരുതെന്ന്. എന്നോട് പറഞ്ഞോ? എടോ, തന്നോടല്ലോ, ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥനോട്. അത് ശരി, അതിന് എന്നോട് ഇങ്ങനെ ഒരു അടിച്ചെന്താ? നേരെ തന്നെ ഞാൻ നമ്മളെ വാര്യറോടും ഡോക്ടറോടും കൂടി ഈ വിവരം ഒന്ന് പറഞ്ഞു പറ്റേ. മറ്റത് അവരെന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മൂസ മൂടിയ ചെയ്യുന്നാലും വിചാരിക്കുക. തന്നെയല്ല, എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസാക്ഷി കുത്താ. ഞാൻ പോട്ടെ. അതൊരു മനസാക്ഷി കുത്താ. നോക്ക്, നീ പോയി, നീ ചെന്ന് നോക്ക്. ആ, ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. വീടിന്റെ കയ്യില് ബീഡി അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർട്ടുണ്ട്. ആ, സിഗരറ്റ് തന്നെ ഉണ്ടില്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ, ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയല്ലേ? അല്ല, ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരുറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തും കാണും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടെ ഒക്കെ പ്രസവിച്ചവരല്ലേ. പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊക്കെ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്ത് നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ ഇവിടെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ആ. ഇനി മുകളിലെറ്റായി കറക്റ്റ് ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. മൂസക്കത്തിരി പാല് കിട്ടുവോ? അയ്യോ, ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. പാല് പണി അതിരാവിലെ പോണ്ടേ? അല്ല, നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോളിൽ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. അവിടെ കാണോ? ഞാൻ വരാം. വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. ദൈവമേ, അമ്മാവനോ? ഇന്ദു, നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചേ? ഞങ്ങൾ ആദ്യം നിന്റെ ഓഫീസിലായിരുന്നത്. നീ എന്താ ഇന്ന് ഓഫീസിൽ പോവാഞ്ഞ്? സുഖമില്ലായിരുന്നു, ചെറിയൊരു പനി. അയ്യോ, എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു മെനകെട്ട പനി ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. അമ്മാവൻ ഇന്ദും കൂടെ എന്താ പ്രതീക്ഷിക്കാതെ ഈ വഴിക്ക്? ഇവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു വരുന്ന വഴിയാ. ഞാൻ പറഞ്ഞതാ ഇവളോടെ ജോലിക്കൊന്നും പോകണ്ടെന്ന്. നിനക്കൊരു നല്ല ജോലി ഉള്ളപ്പോ പിന്നെ. ഇപ്പോഴൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ളതാ ഫാഷൻ. വിനുവേട്ടന് അതാ ഇഷ്ടം അല്ലേ വിനുവേട്ടൻ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എടാ, ഇവിടെ കക്കൂസ് എവിടെയാ? ഊണ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ വയറിനൊരു പന്തികേട്. പിന്നെ അതിൽ വെള്ളമില്ല, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഇതിനകത്താവുമ്പോ ഇന്ദു, ഞാൻ പിണക്കുവാ. പനിയായിട്ട് എന്നെ അറിയിക്കാൻ എന്താ? അതിന് മുൻകൂട്ടി അറിയിച്ചിട്ടാണോ പനി വരുന്നത്? ഈ വിനുവേട്ടൻ എപ്പോഴും എങ്ങനെയാ? എന്റെ വിഷമം വിനുവേട്ടന് അറിയില്ല. എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലായാൽ നോക്കാൻ ഞാൻ അടുത്തില്ലാണ്ട്. പിന്നെയും തുടങ്ങിയല്ലോ പിണക്കവും പരിഭവവും ഒക്കെ. എത്ര കത്ത് ഞാൻ അയച്ചു, ഒന്നിനെങ്കിലും മറുപടി അയച്ചു? പിന്നെ നിന്നെ പോലെ വാരിക വായനയും പ്രേമലേഖനം എഴുത്തുമല്ല എന്റെ പണി. എന്താ ഇത്? അതെ, ബോണിയുടെ പെങ്ങളും കുട്ടിയും വന്നിരുന്നു, അവരെടുക്കാൻ മറന്നുപോയതാ. ഇതെന്താ ഇവിടെ ഒരു കുട്ടിയുടെ കരച്ചില്? അതൊരു തരം പുതിയ ആഫ്രിക്കൻ മ്യൂസിക്കാ. ഉണ്ണി ഉണ്ടെന്ന കാസറ്റാ. ചേട്ടൻ എന്നിൽ നിന്ന് എന്തോ വിളിക്കാൻ ശ്രമിക്കുന്നു. മാറിക്കേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്.
ഒന്നും കേക്കണ്ട. ആരുടെ കുട്ടിയത്? എന്തിനാ കുട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒളിപ്പിച്ചോ? വേണ്ട, ചേട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. കൊച്ചിന്റെ തള്ളെ വിളിക്ക്. അയ്യോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? മതി, നിലാവുറങ്ങുന്ന രാത്രിയിൽ അന്നക്കുട്ടിയുടെ ജീവിതം പോലെ എന്റെ ജീവിതം. എല്ലാം വിധിയാണ്, ഞാൻ അനുഭവിച്ചോളാം. ഇന്ദു, ഇന്ദു നിക്ക്. ഇന്ദു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഒരു ബഹളം? എന്തിനാ നീ കരയുന്നേ? അച്ഛമ്മ, നമുക്ക് പോകാം. 5 മണിക്കല്ലേ ട്രെയിനുള്ളൂ. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയിരുന്ന് വിശ്രമിക്കാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ പോവുക. എന്റെ കൊടയും ബാഗും. ഇന്ദു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, പറഞ്ഞത് മതി. ഇന്ദു, ഇന്ദു. അമ്മാവാ. എന്നാലും എന്റെ വിനോദം ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മേ. അവിടെ ചലോ ചലോ ജൽദി 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 ധക്ക മാറോ ഭായി. ഒന്നും കൂടി തള്ളിക്കൊടുക്കാൻ. നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ നല്ല രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ പറയും, ഞാൻ പറയും, തള്ളേ പോവില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. വേറെ ആരും ഹലോ, സഹായിക്കണോ? ആ വേണ്ടി വരും, അല്ലാതെ പോണ മട്ടില്ല. ഭായി തോടാ മദത് കരോ. ആവോ, സഹായിക്കാറോ? നീ അപ്പുറം വിളിക്കും, അപ്പുറത്തെ വശത്ത് വിളിക്കും. പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ള ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം ജൽദി ഭായി, ഓപ്പറേഷൻ. മൂപ്പര് അച്ഛന്റെ പ്രായം വണ്ടി നല്ലതൊന്നും മാറ്റുമോ? അതുമില്ല. ശുക്രിയ, ബഹുത് ശുക്രിയ. ആ കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനല്ലേ ഡോക്ടർ കുടുങ്ങി. അയാൾ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചി ത്രേസ്യ മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ? അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞാർക്ക്. എന്താ എന്താ എന്നെക്കാല് TV ഓഫാക്കിയേ? മൂസാക്ക അത് കാണണ്ട. ഞമ്മക്ക് അതിനുള്ള പ്രായം അതുകൊണ്ടല്ല. ഇല്ലേ? മൂസാക്കയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കണ്ടേ? എന്ത് മാനിക്കാൻ? ഒന്നിച്ചിരുന്ന് കണ്ട ഇങ്ങക്കാണ് അതിന്റെ ഗുണം. കാരണം നിങ്ങൾ കുട്ടികളാ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർത്ത്. ഓ, അങ്ങനെ ഇവിടെ പാരും ഞങ്ങളുടെ സംശയം തീർക്കണ്ട. കള്ളു കുടിക്കാൻ നേരത്തെ ഒരു മതി. എന്താ 3 ഗ്ലാസ്? ആരാപ്പതിൽ ഒഴിവ്? അല്ല മൂസാക്ക, ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കമ്പനി ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് കരുതും? ഡേയ് ഒരു ഗ്ലാസ് കുടിഞ്ഞേ. ആ പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഓരോ പെഗ് കഴിഞ്ഞാ മറ്റേ കാസറ്റ് ഇടണം. ഒരു പുതിയുണ്ടോ? ആ അതൊക്കെ ഇരിക്കട്ടെ. രാവിലെ പറഞ്ഞ കാര്യം അങ്ങ് മറന്നോ? അയൽക്കാരെ ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല. മേ ഐ കം ഇൻ പ്ലീസ്? എന്റെ അല്ലോ, വരുന്നുണ്ടോ റിട്ടയർഡ് കത്തി. ഓസിന് കിട്ടിയ ഒരു 6 പെഗ് ഒന്നിച്ച് തട്ടും. സോറി, ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ? സാർ ഇരുന്നാട്ടെ. ഞാൻ ഉണ്ണിത്താൻ, റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ, 7B താമസം. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. എന്താ? കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളില്ല, ഞങ്ങളെല്ലാം ബാച്ചിലേഴ്സാ. ഞാൻ കുട്ടികളെന്ന് വിവക്ഷിച്ചത് നിങ്ങളെ തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കുറച്ച് ബ്രാൻഡി കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. സാറ് കൂടുന്നോ? അയ്യോ സാറ് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പാലേ കഴിക്കൂ. നീ എന്തിനാ അവിടെ വന്ന്? എന്താ അവിടെ പരിപാടി നിനക്ക്? ഞാൻ സാറുമാർക്കൊരു ഹെൽപ്പ്. അല്ല മൂസാക്ക ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ആ എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ ഉണ്ണി, വിനോദ്, ബോണി, ഇത് മൂസാക്ക. ആ കുട്ടികൾക്ക് അറിയൂ, ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മളൊക്കെ അതിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മൃഗങ്ങളും. തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും പരിചയം ഉണ്ടാവില്ല. അയൽവാസിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാവില്ല. നിങ്ങളെ പോലെ സഹൃദയരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് എന്റെ മൊണോട്ടസ് മാറിയതുപോലെ. നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. എടുത്ത് കൊറേ ഗ്ലാസ് കൊറേ. നീ ഇത് പോയി വസന്തരോടൊന്നും പറയാൻ നിൽക്കണ്ട. സാറേ, ഞാൻ പറയാതെ തന്നെ ഇപ്പൊ അവരറിയില്ലേ? ഒരെണ്ണം കഴിഞ്ഞാൽ തുടങ്ങുമ്പോ കവിത അല്ലല്ലേ? സാർ കവിത പാടുവോ? അങ്ങനെയൊന്നുമില്ല. അത് കള്ളം. വലിയ കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, ധാത്രിതൻ മടിയിൽ കിടക്കരുത്, മാറിൽ തിമിർക്കരുത്, കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത്, പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത്, പൂതനാതന്ത്രം പുരണ്ടതാണ്, കുഞ്ഞേ ചിരിക്കരുത്, ചാടിക്കളിക്കരുത്, ആടിക്കളിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്.
കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ കതിരൻ മടിയിൽ കിടക്കരുതേ കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ കതിരൻ മടിയിൽ കിടക്കരുതേ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയും. അനന്തപത്മനാഭ സാർ വന്നിട്ടുണ്ട്. അനന്തപത്മനാഭന് അതാര്? അത് തൊട്ടടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതാ. IAS ട്രെയിനി. അടുത്ത് തന്നെ കളക്ടർ ആവേണ്ട ആളാ. അതിന് നമുക്കെന്താ? ഈ ഒച്ചയും ബഹളൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പര് വല്ലാത്ത കണിശക്കാരനാ. എന്താ വെച്ചാ നമുക്ക് മധുര കയറിയോകൂ. കുടിച്ചു കഴിഞ്ഞാ പാടാതിരിക്കാനോ? അല്ല പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അനന്തപത്മനാഭ സാറിന് അതൊരു ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെരുക്ക പാടിയാ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. പഴത്തൊലി മങ്ങാത്തൊലി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ ബഹളം വെക്കണമെന്നുണ്ടോ? അല്പം കൂടെ ശബ്ദം കുറച്ച് പാടിയാൽ അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് കിടന്നുറങ്ങാം. ഇവിടെ ആരോടും ഉറങ്ങണ്ടെന്ന് ഞങ്ങള് പറഞ്ഞില്ലോ. ഓ ഇല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി കിണക്കര 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 പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി എട്ടും കൂടെ ഇട്ട് വച്ച ഈ ചാരായം